NCPയിൽ എന്ത് സംഭവിച്ചു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എന്ത് സംഭവിക്കാൻ? മന്ത്രിമാറ്റം. NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച ചർച്ചകൾക്കായി നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണും. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും. PC ചാക്കോ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവർ ഒന്നിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ കാണുക. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ എന്താണ് NCPയിൽ തീരുമാനമായിരിക്കുന്നത്? മന്ത്രിമാറ്റം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. PC ചാക്കോയും AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഒരുമിച്ചായിരിക്കും കാണുക എന്ന് പറയുമ്പോൾ ഒരു സമവായം രൂപപ്പെട്ടിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, അത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പൂർണ്ണമായും കരുതാൻ കഴിയില്ല. എന്തായാലും കഴിഞ്ഞ മാസം 20-ാം തീയതി മുംബൈയിൽ ദേശീയ അധ്യക്ഷനായ ശരത് പവാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ 3 നേതാക്കളും പങ്കെടുത്തിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രിയായ AK ശശീന്ദ്രൻ, MLA ആയ തോമസ് കെ തോമസ്. ആ യോഗത്തിലാണ്, കേന്ദ്ര പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് ഇത്തരത്തിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച് തീരുമാനം ആയത്. ഈ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ വേണ്ടി ദേശീയ അധ്യക്ഷനായ ശരത് പവാർ ഇവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ 3 പേരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തോമസ് കെ തോമസിന് ഉടൻ തന്നെ മന്ത്രിസ്ഥാനം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷയാണ് ഉള്ളത്. AK ശശീന്ദ്രൻ മാറി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നായിരിക്കും നേതാക്കൾ ആവശ്യപ്പെടുക. പക്ഷേ അതോടൊപ്പം AK ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തനിക്ക് മാറി നിൽക്കാൻ തനിക്ക് വിയോജിപ്പില്ല, താൻ മാറി നിൽക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ NCPക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് AK ശശീന്ദ്രൻ്റെ പ്രതികരണം. അതായത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവുകയും അതിനുശേഷം ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച് പറയുകയും ചെയ്യാം. എന്നാൽ പക്ഷേ ഈ AK ശശീന്ദ്രൻ മാറിയാലും തോമസ് കെ തോമസ് മന്ത്രിയാകില്ല. അത്തരത്തിൽ NCPക്ക് ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ AK ശശീന്ദ്രൻ ക്യാമ്പ് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ച വിവിധ സംഘടനാ ഭാരവാഹികൾക്ക് PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷം ഇത്തരത്തിൽ ഷോക്കോസ് നോട്ടീസും മറ്റും നൽകി വരുന്നുമുണ്ട്. അരുൺകുമാർ.